അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം, അതിലെ 8ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്ത് വർക്കുകളുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാമിന, 8ാമത്തെ പാഠം. അള്ളു അലൈഹ ബിൻ നവാജിദ്. അപ്പൊ ഈ പാഠത്തിൽ എന്താ പഠിക്കുന്നത്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹിജറ ചെയ്ത് മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു ഭരണകൂടം സ്ഥാപിച്ചു. വിശുദ്ധ ഖുർആനും നബിചര്യയുമായിരുന്നു ആ രാഷ്ട്രത്തിന്റെ ഭരണഘടന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണാധിപനും. സത്യം, നീതി, സഹകരണം, സഹിഷ്ണുത തുടങ്ങിയ ഉന്നത മൂല്യങ്ങൾ പാലിച്ച് രാഷ്ട്രം മുന്നോട്ടു പോയി. ഹിജ്റ 11ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പുതിയ രാഷ്ട്രത്തലവൻ ആവശ്യമായി വന്നു. മുഹാജിറുകളും അൻസാറുകളും ഒരുമിച്ചു കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. 1ാം ഖലീഫ ഭരണം ഏറ്റെടുക്കുമ്പോൾ രാഷ്ട്രം സംഘർഷഭരിതമായിരുന്നു. കള്ളപ്രവാചകത്വവാദികൾ രംഗത്ത് വന്നു. മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ശഠിച്ചു. ആഭ്യന്തര കലഹം കണ്ട് അയൽ രാജ്യങ്ങൾ ആക്രമണം നടത്താനൊരുങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവയെല്ലാം ഒന്നിച്ച് നേരിടുകയും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ തുടർന്ന് ഹിജ്റ 13ാം വർഷം 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. അക്കാലത്ത് രാജ്യം വലിയ പുരോഗതി നേടി. രാജ്യത്തിന് ഭീഷണി ഉയർത്തിയ കിസ്റ, കൈസർ ഭരണകൂടങ്ങളെ അമർച്ച ചെയ്തു. സിറിയയും ഇറാഖും പേർഷ്യയും ഈജിപ്തുമെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങളുടെ അധീനതയിലായി. രാജ്യത്ത് സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഉണ്ടായി. ഹിജ്റയുടെ 23ാം വർഷം മജൂസിയായ അബൂ ലുഅ്ലുഅയുടെ കുത്തേറ്റ് 2ാം ഖലീഫ രക്തസാക്ഷിയായി. തുടർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം മുൻഗാമികളുടെ പാത പിന്തുടർന്ന് ഭരണം നടത്തി. നാവികസേനയ്ക്ക് രൂപം നൽകുകയും സസാനിയ ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിച്ചതും അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. 3ാം ഖലീഫയുടെ ഭരണത്തിന്റെ അവസാനം രാജ്യത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ജൂതനായ അബ്ദുല്ലാഹിബ്നു സബഇന്റെ കുതന്ത്രമായിരുന്നു ഇതിനു പിന്നിൽ. അയാളുടെ അബദ്ധാശയങ്ങൾക്ക് ഇരയായ പ്രക്ഷോഭകാരികൾ മദീനയിലേക്ക് വരികയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഹിജ്റ 35-ൽ അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹഹു ഭരണമേറ്റു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അവസാനം അലി റളിയല്ലാഹു അൻഹുവിന്റെയും വധത്തിൽ കലാശിച്ചു. മുസ്ലിങ്ങളിൽ നിന്ന് വിഘടിച്ചു പോയ ഖവാരിജുകളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമായിരുന്നു അദ്ദേഹത്തിന്റെ ഘാതകൻ. ഇനി അടുത്ത പാരഗ്രാഫ്. മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് ബൈഅത്തിലൂടെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതൽ അലി റളിയല്ലാഹു അൻഹു വരെയുള്ള 4 ഖലീഫമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കാതെ നീതിനിഷ്ഠമായി ഭരണം നടത്തി. അതിനാൽ അൽ ഖുലഫാഉ റാഷിദൂൻ അഥവാ സച്ചരിതരായ ഖലീഫമാർ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു. നബിമാർക്ക് ശേഷം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഇവരുടെ ചര്യ മുറുകെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക്കും ബി സുന്നതി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹദിയീൻ അള്ളു അലൈഹ ബിൻ നവാജിദ്. ഇനി അടുത്തത് നോക്കൂ. ഖുലഫാഉ റാഷിദുകളുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അൽ ഖുലഫാഉ റാഷിദുകളുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് വലിയ നേട്ടങ്ങളുണ്ടായി. അവയിൽ പ്രധാനപ്പെട്ട ചിലത് താഴെ പറയുന്നവയാണ്. 1. രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ച് നേതൃസ്ഥാനത്ത് അമീറുമാരെ നിയമിച്ചു. 2. വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കി. 3. ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി. 4. ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം ആശ്ലേഷിച്ചു. ഇസ്ലാമിന്റെ ഉദാത്തമായ ആദർശങ്ങളും
മുസ്ലിങ്ങളുടെ മാതൃകാ ജീവിതവുമാണ് ഇതിന് സഹായിച്ചത്. 5. മികച്ച ഭരണത്തിന്റെ ഉന്നതമായ മാതൃക ലോകത്തിന് ലഭിച്ചു. ഇന്നും ലോകം ആ മാതൃകയെ പുകഴ്ത്തി പറയുന്നു. 6. അമുസ്ലിങ്ങൾക്കും രാഷ്ട്രത്തിൽ പൗരന്മാർ എന്ന നിലയിൽ അവകാശങ്ങൾ ലഭിച്ചു. മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്തും അമുസ്ലിങ്ങളിൽ നിന്ന് നികുതിയായി ജിസിയയും പിരിച്ചെടുത്തു. 7. വിഷമം അനുഭവിക്കുന്നവർക്ക് പൊതുഖജനാവിൽ നിന്ന് ധനസഹായം നൽകി. 8. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനാൽ അഴിമതി, തിന്മ എന്നിവയിൽ നിന്ന് രാജ്യം മുക്തമായി. 9. കോടതികൾ സ്ഥാപിച്ച് ഖാലിമാരെ നിയമിക്കുകയും നിയമവാഴ്ച ഉറപ്പാക്കുകയും ചെയ്തു. 10. അഭിപ്രായ സ്വാതന്ത്ര്യം നടപ്പാക്കി. കൂടിയാലോചനയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഖലീഫയെ പോലും വിമർശിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. 11. റമളാനിലെ പ്രത്യേക നിസ്കാരമായ 20 റകഅത്ത് തറാവീഹ് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ പതിവാക്കി. 12. ജുമുഅയ്ക്ക് 2 അദാനുകൾ ഏർപ്പെടുത്തി. 13. മസ്ജിദുകളിൽ ഇമാമുമാരെയും മുഅദ്ദിനുകളെയും മദ്രസകളിൽ ഉസ്താദുമാരെയും നിയമിച്ച് ശമ്പളം നൽകി. 14. ജനങ്ങളുടെ ധാർമ്മിക ജീവിതം കുറ്റമറ്റതാക്കി. വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെല്ലാം അർഹമായ ശിക്ഷ നടപ്പാക്കുകയും ധാർമ്മിക വിദ്യാഭ്യാസം നൽകുകയും ചെയ്തതിലൂടെയാണ് ഇത് സാധ്യമായത്. ഈ പാഠത്തിൽ നമ്മൾ ഖുലഫാ റാഷിദുകളെ കുറിച്ചും അവരുടെ ഭരണ നേട്ടങ്ങളെ കുറിച്ചുമാണ് പഠിച്ചത്. കൂട്ടുകാർ ഈ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഭരണ നേട്ടങ്ങളൊക്കെ കൂട്ടുകാർ നന്നായി പഠിക്കുക. ഇനി നമുക്ക് അതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നസിൽ യോജിച്ചത് ചേർക്കുക. 1. ഹിജ്റ 11-ാം വർഷം ഭരണമേറ്റു. 2. ഹിജ്റ 13-ാം വർഷം ഭരണമേറ്റു. 3. ഹിജ്റ 23-ാം വർഷം ഭരണമേറ്റു. 4. ഹിജ്റ 35-ാം വർഷം ഭരണമേറ്റു. ഇപ്പുറത്ത് നോക്കൂ. എ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബി. അലി റളിയല്ലാഹു അൻഹു, സി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഡി. ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ ഓരോന്നിനും യോജിച്ച ആ ഉത്തരത്തിന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. അതിൽ ഒന്നാമത്തേത് നോക്കൂ. ഹിജ്റ 11-ാം വർഷം ഭരണമേറ്റു. ആരാണ് ഹിജ്റ 11-ാം വർഷം ഭരണമേറ്റത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ലെറ്റർ ഏതാണ്? സി. സി എന്ന് എഴുതുക. 2 നോക്കൂ. ഹിജ്റ 13-ാം വർഷം ഭരണമേറ്റു. അതിന്റെ ഉത്തരം ഏതാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ലെറ്റർ ഡി. ഡി എന്ന് എഴുതുക. 3. ഹിജ്റ 23-ാം വർഷം ഭരണമേറ്റു. എ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ എ എന്ന് എഴുതുക. 4. ഹിജ്റ 35-ാം വർഷം ഭരണമേറ്റു. ബി. അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ബി എന്ന് എഴുതുക. സി, ഡി, എ, ബി. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. അതിൽ 1. ആരാണ് ഖലീഫ? ഉത്തരം മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച രാഷ്ട്രത്തിന്റെ ഭരണഘടന എന്തായിരുന്നു? ഉത്തരം വിശുദ്ധ ഖുർആനും നബിചര്യയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച രാഷ്ട്രത്തിന്റെ ഭരണഘടന. മൂന്നാമത്തെ ചോദ്യം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ ആര്? ഉത്തരം ഖവാരിജുകളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഇനി നാലാമത്തെ ചോദ്യം. 4 ഖലീഫമാർ അൽ ഖുലഫാ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമെന്ത്? ഉത്തരം 4 ഖലീഫമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കാതെ നീതിനിഷ്ഠമായ ഭരണം നടത്തിയതിനാൽ. ഇനി തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നുബയ്യൻ വ്യക്തമാക്കാനുള്ളതാണ്. 1. ഒന്നാം ഖലീഫ ഭരണം ഏറ്റെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? അതിന്റെ ഉത്തരം. ഒന്നാം ഖലീഫ ഭരണം ഏറ്റെടുക്കുമ്പോൾ രാഷ്ട്രം സംഘർഷഭരിതമായിരുന്നു. കള്ളപ്രവാചകത്വവാദികൾ രംഗത്ത് വന്നു. മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ശഠിച്ചു. ആഭ്യന്തര കലഹം കണ്ട് അയൽ രാജ്യങ്ങൾ ആക്രമണം നടത്താൻ ഒരുങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവയെല്ലാം ഒന്നിച്ച് നേരിടുകയും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തത് നോക്കൂ. രണ്ടാം ഖലീഫയുടെ ചില ഭരണ നേട്ടങ്ങൾ എഴുതുക. ഉത്തരം അക്കാലത്ത് രാജ്യം വലിയ പുരോഗതി നേടി. രാജ്യത്തിന് ഭീഷണി ഉയർത്തിയ കിസറ, കൈസർ ഭരണകൂടങ്ങളെ അമർച്ച ചെയ്ത് സിറിയയും ഇറാഖും പേർഷ്യയും
ഈജിപ്തുമെല്ലാം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി. ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങളുടെ അധീനതയിലായി. രാജ്യത്ത് സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഉണ്ടായി. നുബയ്യൻ, അതിൽ മൂന്നാമത്തത് നോക്കൂ. മൂന്നാം ഖലീഫയുടെ ഭരണത്തിന്റെ അവസാന കാലത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾ എന്തൊക്കെ? അപ്പൊ അതിന്റെ ഉത്തരം എഴുതാം. മൂന്നാം ഖലീഫയുടെ ഭരണത്തിന്റെ അവസാനം രാജ്യത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ജൂതനായ അബ്ദുല്ലാഹിബ്നു സബഇന്റെ കുതന്ത്രമായിരുന്നു ഇതിനു പിന്നിൽ. അയാളുടെ അബദ്ധാശയങ്ങൾക്ക് ഇരയായ പ്രക്ഷോഭകാരികൾ മദീനയിലേക്ക് വരികയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിച്ചു. അടുത്തത് നോക്കൂ. നുബയ്യൻ, അതിൽ നാലാമത്തത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ കലാശിച്ച പ്രശ്നങ്ങൾ, അതിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമാക്കണം. അതിന്റെ ഉത്തരം: ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അവസാനം അലി റളിയല്ലാഹു അൻഹുവിന്റെയും വധത്തിൽ കലാശിച്ചു. മുസ്ലിങ്ങളിൽ നിന്ന് വിഘടിച്ചു പോയ ഖവാരിജുകളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമായിരുന്നു അദ്ദേഹത്തിന്റെ ഘാതകൻ. അടുത്തത് നോക്കൂ. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് എഴുതാനുള്ളതാണ്. 1. അൽ ഖുലഫാ റാഷിദൂനയുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. 1. രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ച് നേതൃസ്ഥാനത്ത് അമീറുമാരെ നിയമിച്ചു. 2. വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കി. 3. ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി. 4. ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം ആശ്ലേഷിച്ചു. ഇസ്ലാമിന്റെ ഉദാത്തമായ ആദർശങ്ങളും മുസ്ലിങ്ങളുടെ മാതൃകാ ജീവിതവുമാണ് ഇതിന് സഹായിച്ചത്. 5. മികച്ച ഭരണത്തിന്റെ ഉന്നതമായ മാതൃക ലോകത്തിന് ലഭിച്ചു. ഇന്നും ലോകം ആ മാതൃകയെ പുകഴ്ത്തി പറയുന്നു. 6. അമുസ്ലിങ്ങൾക്കും രാഷ്ട്രത്തിൽ പൗരന്മാർ എന്ന നിലയിൽ അവകാശങ്ങൾ ലഭിച്ചു. മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്തും അമുസ്ലിങ്ങളിൽ നിന്ന് നികുതിയായി ജിസിയയും പിരിച്ചെടുത്തു. 7. വിഷമം അനുഭവിക്കുന്നവർക്ക് പൊതുഖജനാവിൽ നിന്ന് ധനസഹായം നൽകി. 8. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനാൽ അഴിമതി, തിന്മ എന്നിവയിൽ നിന്ന് രാജ്യം മുക്തമായി. 9. കോടതികൾ സ്ഥാപിച്ച് ഖാലിമാരെ നിയമിക്കുകയും നിയമവാഴ്ച ഉറപ്പാക്കുകയും ചെയ്തു. 10. അഭിപ്രായ സ്വാതന്ത്ര്യം നടപ്പാക്കി. കൂടിയാലോചനയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഖലീഫയെ പോലും വിമർശിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. 11. റമളാനിലെ പ്രത്യേക നിസ്കാരമായ 20 റകഅത്ത് തറാവീഹ് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ പതിവാക്കി. 12. ജുമുഅയ്ക്ക് 2 അദാനുകൾ ഏർപ്പെടുത്തി. 13. മസ്ജിദുകളിൽ ഇമാമുമാരെയും മുഅദ്ദിനുകളെയും മദ്രസകളിൽ ഉസ്താദുമാരെയും നിയമിച്ച് ശമ്പളം നൽകി. 14. ജനങ്ങളുടെ ധാർമ്മിക ജീവിതം കുറ്റമറ്റതാക്കി. വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെല്ലാം അർഹമായ ശിക്ഷ നടപ്പാക്കുകയും ധാർമ്മിക വിദ്യാഭ്യാസം നൽകുകയും ചെയ്തതിലൂടെയാണ് ഇത് സാധ്യമായത്. കൂട്ടുകാർക്ക് ഈ തദ്രീബാത്ത് വർക്കുകളൊക്കെ മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.